മലരിക്കൽ ആമ്പൽപ്പാടം. കോട്ടയം ജില്ലയിലെ മലരിക്കൽ എന്ന സ്ഥലത്ത് പാടത്തിൽ വിരിയുന്ന ആമ്പൽപ്പൂക്കളാണ് ഇത്. കണ്ണെത്താ ദൂരത്തോളം ആമ്പൽപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. എല്ലാ സമയത്തൊന്നും ഇവിടെ വന്നാൽ ഈ കാഴ്ചകൾ കാണാൻ പറ്റില്ല. കണ്ണെത്താ ദൂരത്തോളം ആമ്പൽപ്പൂക്കൾ കാണണമെങ്കിൽ ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ വരണം. ജൂലൈയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ ഉണ്ടാവും. ഒക്ടോബർ മാസങ്ങളിൽ ഇത് അവസാനിക്കും. രാവിലെ 6:30 മുതൽ ഒരു 9 മണി വരെ വന്നാൽ നമുക്ക് നല്ല കാഴ്ചകൾ കാണാൻ പറ്റും. വിടർന്നു നിൽക്കുന്ന ആമ്പൽപ്പൂക്കൾ കാണാൻ പറ്റും. അതിനുശേഷം ഈ പൂക്കളെല്ലാം കൂമ്പും. അപ്പോൾ വിടർന്നു നിൽക്കുന്ന ആമ്പൽപ്പൂക്കൾ കാണാൻ പറ്റില്ല. ഒരു മൊട്ട് പോലെയേ കാണാൻ പറ്റൂ. ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ ഇവിടെ വളരെ ജനത്തിരക്കാണ്. ആമ്പൽപ്പാടം കാണാനും ഫോട്ടോഷൂട്ടിനുമായിട്ടാണ് ഇവിടെ ആൾക്കാർ വരുന്നത്. ഇവിടെ എത്തിച്ചേരാൻ കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് അവൈലബിൾ ആണ്. പിന്നെ ടാക്സികളും അവൈലബിൾ ആയിട്ടുണ്ട്. ഒക്ടോബർ മാസം കഴിഞ്ഞാൽ ഈ ആമ്പൽപ്പാടം ഇവിടെ കാണാൻ പറ്റില്ല. ആമ്പൽ ചെടികളെല്ലാം നശിപ്പിക്കും. നെൽകൃഷിക്ക് വേണ്ടിയിട്ടാണ് ഈ ആമ്പൽ ചെടികളെല്ലാം നശിപ്പിക്കുന്നത്. അടുത്ത വർഷം മെയ് മാസത്തിൽ ഈ പാടത്ത് വെള്ളം വരുമ്പോൾ അവിടെ വീണ ആമ്പൽ വിത്തുകളെല്ലാം പൊടിച്ച് വീണ്ടും ആമ്പൽ ചെടികൾ ഉണ്ടാവുകയും ജൂലൈ മാസമാകുമ്പോഴേക്കും ആമ്പൽ പൂക്കൾ വിടരുകയും ചെയ്യും. ഇവിടെ വന്നാൽ നമുക്ക് ആമ്പൽപ്പാടത്ത് ഇറങ്ങണമെങ്കിൽ അവിടെ ധാരാളം ചെറിയ തോണികളുണ്ട്. നമുക്ക് കാശ് കൊടുത്ത് അതിൽ കയറി ആമ്പൽപ്പാടത്തിലൂടെ സഞ്ചരിക്കാം. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുകയും ചെയ്യാം. ഇവിടെ വരുന്നവരിൽ അധികവും ഫോട്ടോഷൂട്ടിന് വരുന്നവരാണ്. ഞാനിവിടെ രാവിലെ ഒരു 7:30-8 മണിയാകുന്ന സമയത്താണ് വന്നത്. ഞാൻ വരുമ്പോഴേക്കും ഇവിടുത്തെ ആമ്പൽപ്പൂക്കളുടെ എണ്ണമൊക്കെ കുറഞ്ഞിരുന്നു. അവിടെ വന്നവരൊക്കെ ആമ്പൽ പൂക്കൾ പറിച്ചു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ ആമ്പൽപ്പൂക്കൾ കാണണമെങ്കിൽ അടുത്ത വർഷമാകും. അടുത്ത വർഷം ജൂലൈക്ക് ശേഷം മാത്രമാണ് ഇനി ഇവിടെ ആമ്പൽപ്പൂക്കൾ ഉണ്ടാവും. ഇവിടെ വന്നാൽ നിങ്ങൾക്കും ഒരു മനോഹരമായ കാഴ്ച കാണാൻ പറ്റും. ഇനി അതിനുവേണ്ടി അടുത്ത വർഷം വരെ കാത്തു നിൽക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ പ്രൊഫൈലൊന്ന് ലൈക്ക് ചെയ്യണം. എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. നല്ല നല്ല കമൻറ്റുകൾ ഇടണം. നല്ല നല്ല വീഡിയോസുമായി ഞാൻ വീണ്ടും വരും. അതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങൾ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. ഇതുപോലെ ഇതിൻ്റെ അടുത്തും വേറെയും ആമ്പൽപ്പാടങ്ങളുണ്ട്. അതും കാണാൻ പോകണം അടുത്ത വർഷമായാൽ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് ഞാനാണ്. ഞാൻ എൻ്റെ സെൽഫി എടുത്തതാണ്. താങ്ക് യു.